മദ്യക്കമ്പനി വിവാദത്തിൽ എക്സൈസ് മന്ത്രി CPI സംസ്ഥാന സെക്രട്ടറിയെ കണ്ടു. MN സ്മാരകത്തിലെത്തിയാണ് മന്ത്രി MP രാജേഷ് ബിനോയ് വിശ്വത്തെ കണ്ടത്. പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ച് മന്ത്രി പ്രദേശത്ത് ജലദൗർലഭ്യം ഉണ്ടാകില്ല എന്ന് ബിനോയ് വിശ്വത്തെ അറിയിച്ചു. പദ്ധതിയെ ബിനോയ് വിശ്വം എതിർത്തില്ല എന്നാണ് സൂചന. പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ എല്ലാവരെയും കാണാറുണ്ടെന്ന് എക്സൈസ് മന്ത്രി MP രാജേഷ് പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ ഓരോ ആരോപണങ്ങളും പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും വിഷയം 25-ന് പാലക്കാട് CPI ജില്ലാ എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്യുമെന്നും MP രാജേഷ് പറഞ്ഞു. പിന്നെ പ്രത്യേകം ബോധ്യപ്പെടുത്തുന്ന അല്ല, അത് സാധാരണ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വരുമ്പോൾ സംസാരിക്കാറുണ്ട്, അത്രയേ ഉള്ളൂ. വിവരങ്ങളുമായി അർജുൻ രാജ് ചേരുന്നു. അർജുൻ, ഈ വിഷയത്തിൽ CPIക്ക് ആശയക്കുഴപ്പങ്ങൾ, ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നോ? ഇപ്പോൾ ഏതായാലും മുന്നണിക്കകത്ത് ഒരു സമവായം രൂപപ്പെടുത്താനുള്ള ശ്രമം എന്ന് തന്നെ വേണം കരുതാനല്ലേ ഈ ചർച്ചയിൽ? ലക്ഷ്മി, അതിനുള്ള നീക്കമാണ് CPM-ഉം മന്ത്രി എക്സൈസ് മന്ത്രി MP രാജേഷ് ഉൾപ്പെടെ നടത്തുന്നത്. ഇക്കാര്യത്തിൽ CPIയുടെ പിന്തുണ കൂടി വാങ്ങി മുന്നോട്ട് പോകുകയാണ് സർക്കാരിൻ്റെയും CPM-ൻ്റെയും ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ MP രാജേഷ് കണ്ടത്. ഇക്കാര്യത്തിൽ ഈ മദ്യനിർമ്മാണ കമ്പനി തുടങ്ങുന്നതിൽ പ്രാദേശികമായ ചില എതിർപ്പ് CPIക്ക് ഉള്ളിലുണ്ട്. പക്ഷേ അത് സംസ്ഥാന തലത്തിലേക്ക് എത്താതിരിക്കാനുള്ള ഒരു മുൻകരുതൽ കൂടിയാണ് MP രാജേഷിൻ്റെ കൂടിക്കാഴ്ച. ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് വിശദീകരിച്ച് ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു ഈ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം. പ്രധാനമായും അവിടെ ജല ദൗർലഭ്യമുണ്ട്, അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവിടെ പ്രാദേശികമായ ഒരു എതിർപ്പ് ഉയർന്നിരുന്നത്. പക്ഷേ അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകില്ലെന്ന വിശദീകരണമാണ് ഈ കൂടിക്കാഴ്ചയിൽ മന്ത്രി MP രാജേഷ് ബിനോയ് വിശ്വത്തെ അറിയിച്ചത്. അതിന് പ്രത്യേകമായിട്ടുള്ള പദ്ധതി ഈ കമ്പനിക്ക് ഉണ്ടെന്നുള്ളതായിരുന്നു MP രാജേഷിന്റെ വിശദീകരണം. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ജലപ്രശ്നം ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെ എതിർക്കേണ്ടതില്ലെന്ന നിലപാടാണ് ഉള്ളതെന്നായിരുന്നു ഈ കൂടിക്കാഴ്ചയിലെ പ്രധാന ഊന്നൽ. അത് ബിനോയ് വിശ്വത്തിനും ബോധ്യപ്പെട്ടുവെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലൊരു സംസ്ഥാന തലത്തിൽ ഒരു ഭിന്നതയോ എതിർപ്പോ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് CPIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ലെന്നാണ് സൂചന. അതിന് അവരെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ MP രാജേഷിന് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 ദിവസം മുൻപാണ് ഈ കൂടിക്കാഴ്ച MN സ്മാരകത്തിൽ വെച്ച് നടന്നത്. അതിൽ സംസ്ഥാന സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയും അത് ഏതെങ്കിലും തരത്തിൽ ജനകീയ പ്രശ്നമാകാനുള്ള, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നമാകാനുള്ള സാധ്യത ഇല്ലെന്നും MP രാജേഷിന് ബോധ്യപ്പെടുത്താൻ. ശരി അർജുൻ, ഏതായാലും CPIയുടെ ഭാഗത്ത് നിന്ന് വല്ല എതിർപ്പുമുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്നത് തന്നെയായിരുന്നു ഇന്നത്തെ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം. അർജുൻ രാജാണ് വിവരങ്ങൾ പങ്കുവച്ചത്.